ഹായ്. പോയ വർഷം റിലീസ് ചെയ്തപ്പോൾ തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമയായിരുന്നു കടകൻ എന്നുള്ളത്. അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് സംവിധായകൻ സജിൽ മമ്പാട്ട് എന്ന് പറയുന്ന ആളാണ്. ആൾക്ക് വയസ്സ് 24 മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡയറക്ടർ ഇദ്ദേഹം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമാണ്. ഇതിലും പ്രായം കുറഞ്ഞ ഡയറക്ടർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഇദ്ദേഹമാണ്. സോ എനിക്ക് അങ്ങനെയാണൊന്ന് കാണാൻ വേണ്ടി ഒരു ആഗ്രഹം വന്നത്. അത് ഒരു ആക്ഷൻ ഫിലിമാണ്. സോ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹം വരുമല്ലോ. നമ്മുടെ ഇവിടെ റിലീസൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ OTTക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ അതായത് ഇന്ന് സൺ നെക്സ്റ്റ് വഴി ഈ ആക്ഷൻ ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിൽ ഹക്കീം ഷായാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ജാഫർ ഇടുക്കിയ, അതുപോലെ ഹരിശ്രീ അശോകൻ, രഞ്ജിത്ത് തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത് ഇത് ഈ മണൽ കള്ളക്കടത്ത് നടത്തുന്ന കുറച്ച് ആളുകളുടെ കഥയാണ്. അവർക്കിടയിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കഥയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഥയോ തിരക്കഥയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ പുതുമയാർന്ന സംഭവമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് ഒരു ആക്ഷൻ ഫിലിം മതി. വലിയ കഥയൊന്നുമല്ല, നല്ല കിഡിലൻ ആക്ഷൻസും അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന മേക്കിങ്ങും ഒക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെ അത്യാവശ്യം ഇമ്പാക്ട്ഫുൾ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അത് പ്രധാനമായിട്ട് പറയേണ്ടത് ആക്ഷൻ കൊറിയോഗ്രാഫർ നല്ല രീതിയിൽ തന്നെ ആക്ഷൻ സീക്വൻസ് ഹാൻഡിൽ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ആക്ഷൻ സീക്വൻസിനെ നല്ല രീതിയിൽ ഷമീർ മുഹമ്മദ് അദ്ദേഹമാണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കട്ട്സ് ആകട്ടെ, അതുപോലെ തന്നെ ഗോപി സുന്ദറാണ് മ്യൂസിക് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ആൻഡ് BGM വർക്ക് ആകട്ടെ, അതുപോലെ തന്നെ ജിസിൻ ജാസിൽ എന്ന് പറയുന്ന ആളാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം. അദ്ദേഹത്തിന് ക്യാമറ കാഴ്ചയിലൂടെ ആകട്ടെ, ഈ ഒരു ടെക്നിക്കൽ സപ്പോർട്ടിലൂടെയൊക്കെ തന്നെ ഈ ആക്ഷൻ സീക്വൻസ് അത്യാവശ്യം ഇംപ്രസീവ് ആകുന്ന രീതിയിലാണ് സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രകടനങ്ങളും മികച്ച രീതിയിൽ നിന്നിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് ഹക്കീം ഷായെ തന്നെയാണ്. എനിക്ക് പലപ്പോഴും ഈ സമീപകാലങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് നല്ല ഡയറക്ടർ ഇങ്ങനെ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ കഴിവൊക്കെ ചൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ മുൻനിര നായകന്മാരുടെ അടുത്തേക്ക് അദ്ദേഹവും വരും എന്നുള്ളത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഈ ഒരു സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഒരു നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു നടൻ തന്നെയാണ്. ഈ ഒരു സിനിമയ്ക്കുള്ളതാണെങ്കിലും അദ്ദേഹം ആ ഒരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ തന്നെ നൈറ്റ്സ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. കൂടാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജാഫർ ഇടുക്കിയുണ്ട്, ഹരിശ്രീ അശോകനുണ്ട്, മണികണ്ഠനാചാര്യുണ്ട്. ഇവരൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സൈമൺ നാടാർ, നമ്മുടെ രാജമാണിക്യത്തിലെ സൈമൺ നാടാർ ഉണ്ടല്ലോ വില്ലൻ, ആ വില്ലൻ തന്നെയാണ് ഇവിടുത്തെ വില്ലൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്നുള്ള രഞ്ജിത്ത് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോഴേ നമുക്ക് സൈമൺ നാടാരെന്നേ വരുള്ളൂ. എന്തായാലും കീരിക്കാടൻ ജോസ് എന്നൊക്കെ പറയുന്നല്ലേ. എന്തായാലും അദ്ദേഹവും അത്യാവശ്യം നീറ്റായിട്ടുള്ള കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുമ്പോഴേ ഈ സിനിമയുടെ പ്രശ്നം എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വലിയ കഥയില്ല, പക്ഷേ ആ കഥയ്ക്കുള്ളിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വള്ളയും പറഞ്ഞ പോലെ തന്നെ ഈ മണൽ കള്ളക്കടത്ത് അത് പിടിക്കാൻ വേണ്ടി പോലീസുകാർ ശ്രമിക്കുന്നു, നമ്മുടെ വാളയാർ പരമേശ്വരൻ സ്റ്റൈല് ഓക്കെ, ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപരിസരമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ ഈ കഥയെ തിരക്കഥയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് വലിയ പുതുമ തോന്നുന്നില്ല. നമ്മൾ വേറെ ഏതോ സിനിമയിലൂടെയൊക്കെ കണ്ടിട്ടുള്ള സീൻസ് പോലെയൊക്കെയാണല്ലോ ഇത് തോന്നുന്നത് എന്നുള്ളൊരു ഫീലാണ് ആ ഒരു തിരക്കഥ റൈറ്റിങ്ങിൽ തരുന്നത്. അതുപോലെ ഇമോഷണലി പ്രേക്ഷകരെ കണക്ട് ചെയ്യാനും ഈ തിരക്കഥ വർക്കിന് സാധിക്കുന്നില്ല. അത് എസ്പെഷ്യലി പറയേണ്ടത് ഇതിൻ്റെ അകത്തൊക്കെ വില്ലനെ കൊണ്ടുവെക്കുന്നുണ്ട്. അതായത് ഈ ഒരു സിനിമയ്ക്കുള്ളൊരു പകയും പ്രതികാരവും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ഈ വില്ലനിസം ഒന്നും നല്ല രീതിയിൽ അങ്ങോട്ട് എഴുതി വെക്കാത്തതുകൊണ്ട് തന്നെ ഇമോഷണലി നമുക്കതൊന്നും ഒരു ഫീലായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അത് പല സിറ്റുവേഷനൊക്കെ നോക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നായകൻ്റെ ഇൻട്രോ അതും ഒരു ആക്ഷൻ ഫിലിം ആകുമ്പോഴത്തേക്ക് നല്ല ആക്ഷൻസ് കൊടുത്തിട്ട് വേണമല്ലോ അവതരിപ്പിക്കാൻ വേണ്ടി. അപ്പം ഈ ഒരു സിനിമയുടെ കഥ ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഒരു ഉത്സവപ്പറമ്പിലാണ് നടക്കുന്നത്. നമ്മുടെ അജഗജാന്തര സ്റ്റൈലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു കിട്ടിൽ ആക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ആക്ഷൻ നല്ല രീതിയിലൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്തിനാണ് ഇവിടെ ഈ ഒരു ആക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. പക്ഷേ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക, അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നില്ല. അതിലും ഈ മണികണ്ഠനാചാരി അതുപോലെ തന്നെ നായകൻ ഈ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് കുറച്ച് റിവഞ്ചും പകയും ഇവർ തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും യാതൊരു വിധത്തിൽ ഇമോഷണലി കണക്ട് ആക്കുന്നില്ല. റീസൺ എന്നുള്ളത് എഴുത്തിലൂടെ അവരെ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല, ഇവരുടെ പ്രശ്നങ്ങളെ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ തിരക്കഥ എഴുത്തിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം എന്നുള്ളത്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം, ഈ സിനിമ ഒരു പക്ഷേ എനിക്ക് തിയേറ്ററിൽ കണ്ടാൽ അത്രയും വർക്കൗട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഞാനിപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ കുറച്ച് അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ മുഹൂർത്തങ്ങളും ഒക്കെ കൊണ്ടും അതുപോലെ ചില സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ടാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ
ഇതൊരു OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. 2 മണിക്കൂറാണ് ദൈർഘ്യം. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആക്ഷൻ ഫിലിംസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള കഥയായിരിക്കരുത്, ഒരു പുതുമയാർന്ന സ്റ്റോറി ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് കുഴപ്പമില്ലാത്ത ആക്ഷൻസ് ഒക്കെ മതി, അതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് എന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഒരു സിനിമ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാം. പിന്നെ പറയേണ്ടത് സജിൽ മാമ്പാട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ നിന്നുകൊണ്ടൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് പരിധികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, മറിച്ച് സ്വാഭാവികമായിട്ട് പുതുമുഖ സംവിധായകനാകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന ബഡ്ജറ്റ് പരിമിതമായിരിക്കും, കാസ്റ്റിങ് ചെറിയ കാസ്റ്റിംഗ് ആയിരിക്കും, അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ട്. ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും അദ്ദേഹം നല്ലൊരു വർക്ക്, ഒരു ഹാർഡ് വർക്ക് എന്തായാലും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഒരു ലൊക്കിലോടുക്ക് ഫീലൊന്നും അല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അത് ആ ഒരു മേക്കിംഗ് ബേസിൽ നമുക്ക് കിട്ടുക. എന്തായാലും അദ്ദേഹത്തിന് നല്ല സിനിമകളായിട്ട് ഇനി വരാൻ തീർച്ചയായിട്ടും സാധിക്കട്ടെ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കഥകളൊക്കെ എടുക്കുകയാണെങ്കിൽ, അതുപോലെ കുറച്ച് ബഡ്ജറ്റൊക്കെ അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ നല്ല സിനിമകൾ, നല്ല കൊമേഴ്ഷ്യൽ സിനിമകളൊക്കെ അദ്ദേഹം ചെയ്യുമെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10/5. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.